അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ടെക് ന്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. സോ എനിക്ക് ചെറിയ സൗണ്ടിലൊക്കെ വേരിയേഷൻ കാണും, ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. എനിവേ അപ്പം നിങ്ങൾ ശ്രമിക്കണം. അപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടെക് ന്യൂസ് നോക്കാം. അത്യാവശ്യം നല്ല പനിയോടുകൂടി ചൂടോടുകൂടി ന്യൂസുകളൊക്കെയാണ്. അങ്ങനെയൊക്കെ പറയാം. ആദ്യത്തെ ന്യൂസ് വന്നിരിക്കുന്നത് നമ്മുടെ തുണി മാറുന്ന പോലെ ഫോൺ ഇറക്കുന്ന റിയൽമി അണ്ണൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇപ്രാവശ്യം തുണി മാറുന്ന പോലെയല്ല, സ്വന്തം ഫോൺ തന്നെ ഒന്നുകൂടെ വേറെ പേരിൽ ഇറക്കുന്ന ഒരു പ്രവണതയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ റിയൽമി നാർസോ 70 Pro 5G ഇറങ്ങാൻ പോവുകയാണ്. അതെ, ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 10 എയർ ജസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആയിരിക്കും ഇത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, അവരുടെ ഒരു എയർ ജസ്റ്റർ നമുക്ക് കൈ ഇങ്ങനെ മാറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഫോൺ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. എനിവേ നോക്കാം. അടുത്തായിട്ടൊരു ന്യൂസ് വളരെ കൺഫ്യൂസിംഗ് ആണ്. നത്തിങ് ഫോൺ 2 നിങ്ങൾക്ക് അറിയാലോ, ഇപ്പം നിലവിൽ ഏറ്റവും ഹൈപ്പിലുള്ള ഒരു ഫോണാണ്. മാർച്ച് 5 ലോഞ്ച് ചെയ്യും. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിന് പലയേറെ റെൻഡർ വന്നായിരുന്നു. അതായത് ആദ്യമായിട്ടാണ് ഈ ഒരു ഫോണിന്റെ റെൻഡർ ലോഞ്ചിന് മുമ്പേ വന്നിട്ട് ആക്യുറസി റേറ്റ് കുറഞ്ഞു വന്നത്. അതായത് ആ ഒരു റെൻഡർ ഫേക്ക് ആയി പോകുന്ന ആദ്യമായിട്ടാണ്. ഒരു പരിധിവരെ മിക്ക ഈ പറഞ്ഞ ലീക്കേഴ്സും പെർഫെക്റ്റ് ആയിട്ട് റെൻഡർ എടുക്കാറുണ്ട്. പക്ഷെ നത്തിങ് ഫോണിന്റെ റെൻഡർ മാത്രം തകർന്നു. ആദ്യം ഒരു റെൻഡർ വന്നു, പിന്നെ ഒരു റെൻഡർ വന്നു, പിന്നീട് ഒരു റെൻഡർ വന്നു. അവസാനം MWCയിൽ വലിയൊരു ലോഞ്ചിന്റെ അവരുടെ സ്വന്തം പോസ്റ്റർ വന്നപ്പോഴാണ് ഏറെക്കുറെ ഡിസൈൻ കൺഫേം ആയത്. കാണാൻ ഭയങ്കര ബുദ്ധിമാനാണ് കേട്ടോ. ആദ്യമേ ഇങ്ങനെയായിരുന്നു മൊഡ്യൂൾ ക്യാമറ, പിന്നെ ഇങ്ങനെയായി, പിന്നെ വേറെ രീതിയിലായി, പിന്നെ ഗ്ലിഫ് ഇല്ലെന്ന് പറഞ്ഞു, ഇപ്പൊ ഗ്ലിഫ് ഉണ്ടെന്ന് പറയുന്നു. സോ എന്തായാലും കൊള്ളാം, കാളണ്ണന്റെ ഒരു കഴിവാണ് എന്തായാലും. അടുത്തായിട്ടൊരു ന്യൂസ് നമ്മുടെ റിയൽമി അണ്ണന്റെ ഭാഗത്തുനിന്നാണ്. അതെ, കണ്ടിന്യൂവേഷൻ സ്വാഭാവികം. റിയൽമി 12+12 വൈകാതെ ലോഞ്ച് മാർച്ച് 6 തോന്നുന്നു. 12+ന്റെ ഫേക്ക് ആയിട്ടുള്ള, ഫേക്ക് എന്നല്ല, ഡമ്മി ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. കണ്ടിട്ട് റിയൽമി 11 സീരീസ് പോലെ ഇരിക്കുന്നു. ഇനി ഇത് പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നു. 20,000 താഴെ വരുവാണെങ്കിൽ Dimensity 7050 ചിപ്സെറ്റ് ഒക്കെ ഉണ്ട്. സോണിയുടെ സെൻസർ 67 വാട്ട്സ് ചാർജിങ്. മറ്റേ റിയൽമി 12-നാണ് 45 വാട്ട്സ് ചാർജിങ്. അത്യാവശ്യം കുഴപ്പമില്ല. പണ്ടത്തെ ഒരു പ്രതാപത്തിലേക്ക് വരുന്നത് പോലെ ഒരു തോന്നൽ. പ്രൈസ് കൊണ്ട് വെച്ച് 20,000 മേളിൽ വെക്കുകയാണെങ്കിൽ തോന്നലും ഞാൻ മാറ്റും. അടുത്തൊരു ന്യൂസ് നമ്മുടെ സാംസങ് അണ്ണിന്റെ സുംസാങ് അണ്ണിന്റെ ഭാഗത്തു നിന്നാണ്. സുംസാങ് A55ന്റെ ലൈവ് ഫോട്ടോസും ലൈവ് വീഡിയോ ഒക്കെ ലീക്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ലൈവ് ഫോട്ടോസ് വീഡിയോയിൽ നമുക്ക് മനസ്സിലാവുന്നത് A സീരീസിലെ ആദ്യത്തെ മെറ്റൽ ഫ്രെയിമുള്ള ഫോണായി മാറിയിരിക്കുകയാണ് A55. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ S23 തന്നെ S24 ആണെന്ന്. സോ ബേസിക്കലി സാംസങ് എനിക്കറിയില്ല ഡിസൈൻ തീർന്നു പോയതുകൊണ്ടാണോ അതോ ഡിസൈൻ ഇനി ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. അവരുടെ ബഡ്ജറ്റ് ഫോണും ഫ്ലാഗ്ഷിപ്പ് ഫോണും ഇപ്പോൾ ഒരേ ഡിസൈനിലാണ്. സാഡ്ലി അതെ, ഒരേ ഡിസൈൻ. അതായത് തിരിച്ചറിയാൻ പറ്റുന്നത്. സോ ബേസിക്കലി ഒരു ഫ്ലാഗ്ഷിപ്പ് യൂസ് ചെയ്ത് നടക്കുന്നവൻ നോക്കുമ്പോൾ ഇപ്പോൾ സാംസങ്ങിന് F14 അല്ലെ F15 കയ്യിൽ യൂസ് ചെയ്യുന്നവന് ഒരേ ഡിസൈൻ ഫീൽ ആയിരിക്കും വരുന്നത് നോക്കുമ്പോൾ സാംസങ്ങിന്. പക്ഷെ നമുക്ക് ഇപ്പോൾ അൾട്രയൊക്കെയാണ് ഓക്കെ ഫൈൻ, നമുക്കൊന്ന് മാറി നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ കൊള്ളാം, ഒരു വെറൈറ്റി ഡിസൈൻ. അപ്പോൾ അൾട്രയാണെന്ന് മനസ്സിലാവും. പക്ഷേ ബാക്കി റെഗുലർ 23, 24, 24+ ഇതൊക്കെ A സീരീസ് ഇതൊക്കെ പോലെ ഇരിക്കുന്നു. എനിവേ കൂടുതലൊന്നും പറയില്ല. അവർ ഭയങ്കര തോന്നിയത് പോലെയാണ്, ഭയങ്കര വെറൈറ്റി ആയിട്ട് സ്വന്തമായിട്ട് മറ്റേ പുല്ലുവെട്ടി വഴി ഉണ്ടാക്കുന്ന ടീംസാണ് ക്രിസ്റ്റഫർ നോളൻ ചെയ്തത് അല്ലേ. എനിവേ കൊള്ളാം. അടുത്തായിട്ടുള്ള ന്യൂസ് നമ്മുടെ ജിയോ അണ്ണന്റെ ഭാഗത്തു നിന്നാണ്. സന്തോഷ വാർത്തയുണ്ട്. IPL 2024 കാണാൻ ആഗ്രഹിക്കുന്നവർ ജിയോ സിനിമാസിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഫ്രീ ആയിട്ട് കാണാൻ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് പറയുന്നു. അതായത് ജിയോ സിനിമാസ് ഇപ്രാവശ്യം ഫ്രീ സ്ട്രീമിംഗ് ആയിരിക്കും IPL 2024. കൊള്ളാം. അടുത്തായിട്ടുള്ള അത്യാവശ്യം ഒരു ബിഗ് ന്യൂസ് ആണ്. എയർടെൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സർവീസ് റോൾ ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഓൾറെഡി അവർ ഗുജറാത്തിൽ അതിൻ്റെ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആക്കി ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രീൻ സിഗ്നലിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ ലോഞ്ച് ചെയ്യും. സോ അത് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഈ പറഞ്ഞാൽ ബെറ്ററാണ് മൊത്തത്തിൽ നമ്മുടെ മൊബൈൽ നെറ്റ്വർക്ക്സിനായാലും. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് വരുന്നുണ്ട്, സന്തോഷം. പക്ഷെ മൊബൈൽ റീചാർജിൻ്റെ പ്രൈസുകൾ കൂടുകയാണ്. ഇപ്പോൾ എയർടെലാണ് വളരെ തോന്നിയവാസം കാണിക്കുന്നത് എല്ലാ രീതിയിലും. എനിക്ക് പേഴ്സണലി വെറുപ്പും എയർടെലിനോട് തന്നെയാണ്. കാരണം ജിയോ നമുക്ക് ഓക്കെ 5G സർവീസ് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവരുടെ താരിഫ് കുറച്ച് റേറ്റ് കുറവാണ്. വോഡഫോൺ ഐഡിയ എന്ന് പറഞ്ഞാൽ സംഭവം ശരിയാണ്, ചിലടത്ത് റേഞ്ച് ഇല്ല, ചിലർക്ക് നല്ല എന്ന് പറയുന്നു. എനിക്കിവിടെ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പറഞ്ഞ നമ്മുടെ ചാനലുമായിട്ട് അത് റിലേ ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് റേഞ്ചും ഇല്ല. അങ്ങനത്തെ കുറേ സ്കീം കാറാണ് ഞാൻ മാറ്റിയത്. എന്നാലും അവർക്ക് ഈ പറഞ്ഞ 6 മണി തൊട്ട് അല്ലെ 12 മണി തൊട്ട് 6 മണിയുള്ള ഫ്രീ അൺലിമിറ്റഡ്, പിന്നെ മാസത്തിൽ 2 തവണ വെറുതെ ഫ്രീ 1 GB നെറ്റ്, പിന്നെ വീക്ക്ലി റീക്യാപ്പ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചേഴ്സാണ്. ഈ പറഞ്ഞ ബാക്കിയുള്ളവർ ഇത് എടുക്കുമായിരുന്നത് വളരെ സന്തോഷമാണ്. എയർടെലാണ് കൂട്ടത്തിൽ തോൽവി. കാരണം ഇവർക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പും ഇല്ല. പ്രൈസാണ് വളരെ കൂടുതൽ. ജിയോയുടെ 239 ആണ്, ഇവർക്ക് 299. അതായത് റീചാർജ് പ്രൈസും കൂടുതലാണ്, വേറെ ബെനിഫിറ്റ്സും ഇല്ല. കുറെ കൂപ്പൺ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും, 1 GB കൂപ്പൺ കിട്ടും. ഞാൻ ഇതുവരെയും കിട്ടിയിട്ടില്ല, എനിക്ക് സത്യമായിട്ടും കിട്ടിയിട്ടില്ല. ആകെ ഒരു തവണ എന്തോ കിട്ടിയത്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നെറ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ അടുത്ത് ഇത് ചെയ്യാതെ പറ്റുന്നില്ല. വോഡഫോൺ ആണെങ്കിൽ സാധ്യതയെല്ലാം ഉണ്ട്.
1 മാസമാണെങ്കിൽ 1 GB ഫ്രീ കിട്ടും. ഇതൊക്കെ ഒരു മൊബൈൽ ഡാറ്റ യൂസർ എന്ന രീതിയിൽ പറഞ്ഞതാണ് കേട്ടോ. അപ്പം എനിക്കറിയത്തില്ല, എനിവേ എയർടെൽ ഇന്നേം പ്രൈസ് കൂട്ടാൻ പോകുമെന്ന് പറയുന്നു. എന്നാലും ഇവന്മാർ തകരുന്നില്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ, കാര്യമായിട്ട് പറഞ്ഞാൽ. കാരണം ചിലപ്പം ചിലർക്ക് റേഞ്ചും ഒക്കെ ഉണ്ട്, ചിലർക്ക് എയർടെൽ ഇഷ്ടമായിരിക്കും. ശരിയാണ്, അവർ 5G അൺലിമിറ്റഡ് ഫ്രീ, അത് ശരിയാണ്. കാരണം ജിയോയും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കി എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഓൾറെഡി ജിയോ ഇപ്പോൾ അൺലിമിറ്റഡ് ആവുന്നതിന് മുമ്പ് അവരുടെ താരിഫ് റേറ്റ് കുറവായിരുന്നു. VIക്ക് ഓൾറെഡി ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എക്സ്ട്രാ ആയിട്ട് ഇവരൊന്നും തരുന്നില്ല. നോർമലി എല്ലാം ഉള്ള പോലെ, പക്ഷെ റീചാർജ് റേറ്റ് കൂടുതലുമാണ്. സോ നോക്കുമ്പോൾ ബാലൻസിൽ നിൽക്കുന്നത് ബാക്കി 2 എണ്ണമാണ്. പക്ഷെ VI വേറൊരു സ്കീമിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് സ്റ്റിൽ എയർടെലും ഒരു രീതിയിൽ ബെനിഫിറ്റ്സ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പൊ ഇന്റർനെറ്റ് സ്പീഡ് ആണെങ്കിൽ കുറെ പേര് പറയായിരിക്കും ബ്രോ നല്ല സ്പീഡാണ്. പക്ഷെ എനിക്കിവിടെ വളരെ ശോകമാണ്. എനിക്കിവിടെ 3 ഓപ്പറേറ്ററിന് ശോകമാണ്, അത് വേറെ കാര്യം. പിന്നെ ജിയോ 5G ഇച്ചിരി ഭേദമാണ്. VI നല്ലതായിരുന്നു, ഒരു പരിധി വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ചില സമയത്ത് പോകും, ചില സമയത്ത് സിഗ്നൽ നോ സർവീസ് കാണിക്കും. അമ്മാതിരി അവസ്ഥയാണ് ഇവിടെ. എയർടെൽ എന്ന് പറഞ്ഞാൽ തോന്നുന്ന പോലെ ചില സമയത്ത് സ്പീഡ് ഉണ്ടാവും, ചില സമയത്ത് ഒട്ടും കാണത്തില്ല, വെറുതെ വെക്കാന്നേ ഉള്ളൂ. എനിക്കിവിടെ ഞാൻ 3 സിമ്മും ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ സാഹചര്യം കൊണ്ട് ഇപ്പോൾ ജിയോ എയർടെൽ കോമ്പിനേഷനിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. എനിവേ എന്തായാലും ഇവരുടെ സാറ്റലൈറ്റ് സർവീസ് എങ്ങനെ നോക്കാം. ഇനിയിപ്പോൾ ജിയോയും ഉറപ്പായിട്ട് ഇവരിറക്കി അവരിറക്കും, സ്വാഭാവികം. പിന്നെ കുറച്ചാൽ കഴിഞ്ഞ് VI ഇറക്കും. VI 5G വരും കേട്ടോ. പിന്നെ BSNL 4G റോൾ ഔട്ട്. പിന്നെ അല്ല, അടുത്തായിട്ടുള്ള നമ്മുടെ വിവോ അണ്ണൻ്റെ ഭാഗത്തുള്ള ന്യൂസാണ്. ആക്ച്വലി എനിക്ക് വലിയ കുഴപ്പമില്ല എന്നുവെച്ചാൽ ഓഫ്ലൈൻ സെൻട്രിക്കും ഇവരുടെ ഒരു രീതി വെച്ച് കൂട്ടത്തിൽ ആദ്യമായിട്ട് എനിക്ക് എന്നുള്ളൊരു ഫീൽ വന്ന 2 ഫോൺസാണ് വിവോ V30യും V30 Proയും. ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രൈസ് ലീക്ക് വന്നിരിക്കുകയാണ്. അതെ, കൊള്ളാം. അതായത് വിവോ V30യുടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3. അതെ, നമ്മൾ ബാക്കി ഓൺലൈൻ സെൻട്രിക് ആയിട്ടുള്ള സോ കോൾഡ് ബിഗ് ബ്രാൻഡ്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ സാധനം വിവോ കൊണ്ടുവന്നിരിക്കുകയാണ്. 7 Gen 3 ചിപ്സെറ്റ്. കൂടാതെ OLED ഡിസ്പ്ലേ, ഡുവൽ ക്യാമറ, അതും 50 ഡുവൽ ക്യാമറ, 50+50, ഈവൻ അലൂമിനിയം ഫ്രെയിം. സോ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും വിത്ത് 7 Gen 3 ചിപ്സെറ്റും. ഇവരുടെ ഓഫ്ലൈൻ പ്രൈസ് 34,000 ആണ്. അപ്പം ഈ 34,000 ഞാൻ ജസ്റ്റ് ഓവർ പ്രൈസ്ഡ് ആണ് പറയുന്നില്ല, പക്ഷെ വിവോ സീരിയസ്ലി വിവോ കൊള്ളാം. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഓൺലൈൻകാരപ്പോൾ ഓർക്കണം, ഇങ്ങനെ ഒരു സ്പെക്ക് വെച്ചിട്ട് നിങ്ങൾ 30 അല്ലെങ്കിൽ 28, 26 കൊണ്ട് വെക്കുകയാണെങ്കിൽ അതിനൊരു മാന്യതയുള്ളൂ. കാരണം നിങ്ങൾ 30യുടെ അപ്പോൾ വെക്കുകയാണെങ്കിൽ വിവോ ഞാൻ പ്രിഫർ ചെയ്യും. കാരണം ഈവൻ അവരുടെ ക്വാളിറ്റി നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. സോ വൈ പ്രിഫറിങ് മറ്റേ ബ്രാൻഡ്സ്. സോ കൊള്ളാം. അത് ആദ്യമായിട്ടാണ് എന്നൊരു ഫീൽ വന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഹൈപ്പർ എക്സൈറ്റഡ് ഒന്നും അല്ല, അത് വേറെ കാര്യം. പക്ഷേ കൂടാതെ ഡിമെൻസിറ്റി 8200 ഉള്ള വിവോ V30 Proയും അതിനകത്ത് 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയാണ്. 50+50+50. ഇതിനകത്ത് പ്രൈമറി ക്യാമറ കാൾ സൈസിന്റെ ആണ്, കാൾ സൈസ് പവർ ചെയ്ത ലെൻസാണ്. കൂടാതെ സോണിയുടെ സെൻസറും കൂടാണ്, IMX816. കൊള്ളാം. അതായത് ഹാർഡ്വെയർ പോയിന്റ് ഓഫ് വ്യൂവിലും ഇവൻ എല്ലാ രീതിയിലും അവർ നല്ല സെറ്റപ്പാണ് ക്യാമറയ്ക്ക് കൊടുത്തിരിക്കുന്നത് V30 Pro. പ്രൈസ് പക്ഷേ 42,000 ആണ്. അവിടെ പോയി എന്നാലും സെറ്റപ്പ് ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷേ 42,000 കൊള്ളത്തില്ല. എനിവേ കൊള്ളാം. ബാക്കി മെറ്റൽ ഫ്രെയിം, ബാക്കി OLED ഡിസ്പ്ലേ, അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. 8200 ചിപ്സെറ്റ് ആണ്. ഫൈൻ, പ്രൈസ് കുറച്ച് കുറയ്ക്കായിരുന്നു. എനിവേ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ സൈസ്, കാൾ സൈസിന്റെ ആ ഒരു സെൻസർ V സീരീസിൽ അവർ കൊണ്ടുവരുന്നുണ്ട്. സോറി, സെൻസർ അല്ല, ലെൻസ് കൊണ്ടുവരുന്നുണ്ട്. സന്തോഷം. ഇനി നമുക്ക് ഈ ന്യൂസിന്റെ ഫൈനൽ ന്യൂസിലേക്ക് കടക്കാം. അതായത് ആപ്പിൾ അണ്ണന്റെ ആപ്പിൾ കാറിന്റെ സ്വപ്നം ആപ്പിൾ തന്നെ തകർത്തിരിക്കുകയാണ്. അതെ, ആപ്പിൾ എന്ന സ്വപ്നം, ആപ്പിൾ കാർ എന്ന സ്വപ്നം ആപ്പിൾ തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ആപ്പിൾ കാറിൽ വർക്ക് ചെയ്ത കുറെ എംപ്ലോയീസിനെ ബാക്കി AI ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ ന്യൂസ് വന്നിട്ടുണ്ട്. സോ ആപ്പിൾ കാർ നമ്മൾ കാണുകയില്ല. അതെ, ഇപ്പം തന്നെ ലോൺ എടുത്താണ് ഇവിടെ കാർ പഠിക്കുന്നത്. ഇനി ആപ്പിൾ കാറിന് നമ്മൾ എക്സ്ട്രാ ലോണൊന്നും പോരാ. എന്ത് ചെയ്യാൻ പറ്റും, അത് പറയാൻ ആലോചിക്കാൻ പോലും പറ്റും. ഇറ്റ്സ് ഇൻഫിനിറ്റി. എനിവേ നോക്കാം, പറയാൻ പറ്റുന്നത് 3-4 വർഷം കഴിയുമ്പോൾ അവർ ഇറക്കും. എന്നാലും ഇപ്പം അവർ താൽക്കാലിക പരിധിക്കായി നിർത്തലാക്കിയിരിക്കുകയാണ്. അതെ, ഇനി ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നവരെ വേറൊരു അറിയിപ്പ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതല്ല. സോ അപ്പം ഇത്രയൊക്കെ ന്യൂസ്. പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ.